ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എം സ്ക്വയർ കപ്പിൾസ് യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കുറ്റിപ്പുറത്തേക്കാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന, സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന, റീൽസിലൊക്കെ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ചോറും മീനും കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലുള്ള യാത്രയാണ് കേട്ടോ. ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് റെസ്റ്റോറൻറ്റിൽ. അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു സ്പേസിലാണ് നമ്മൾ കാർ കൊണ്ട് പാർക്ക് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ കാറോടെ പാർക്ക് ചെയ്ത് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി. ചെന്ന ഉടനെ അവർ 4 വാഴയിലൊക്കെ ഇട്ട് തന്നു. അതിൽ തുമ്പപ്പ്, ചോറ് വിളമ്പി, ചമ്മന്തിയും പുളിഞ്ചി, ഒരു സദ്യക്കുള്ള വിഭവങ്ങൾ ഫുൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു പായസം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ ഓർഡർ ചെയ്ത ഫിഷും കൂടി അവരവിടെ കൊണ്ടുവയ്ക്കും കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഫിഷായിരുന്നു. ഫിഷ് ഓർഡർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ റേറ്റും കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്താൽ മതി. കാരണം എല്ലാ ഫിഷിനും അതിൻ്റേതായ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന ക്യാഷിനനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഓർഡർ ചെയ്ത് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് പോയത്. ഞാനും ഹസ്ബൻഡും ബ്രദറും അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി ഓർഡർ ചെയ്തത് കാളാഞ്ചി ആയിരുന്നു. 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഒരു ചെറിയ ബൗള് ചെമ്മീൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 4-5 പീസ് ചെമ്മീൻ ഉണ്ടായിരുന്നു. ഇത്രയും ഐറ്റംസ് മാത്രമേ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ പായസം എക്സ്ട്രാ വേണ്ടവർക്ക് വേറെയും ഓർഡർ ചെയ്ത് കഴിക്കാം കേട്ടോ. പാലട പായസം, അതുപോലെ തന്നെ പരിപ്പ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സദ്യ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു പായസം ഉണ്ടാവും. അത് ശരിക്കും ഒരു അമ്പലത്തിൽ കിട്ടുന്ന പായസത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു സദ്യക്ക് എന്തൊക്കെ തരം കറികളാണ് നമ്മുടെ ഇലയിൽ വിളമ്പുക, ആ കറികളെല്ലാം നമ്മുടെ ഇലയിൽ അവർ വിളമ്പി തന്നിട്ടുണ്ട്. പിന്നെ പപ്പടമുണ്ട്, പിന്നെ 3 കൂട്ടം കറികളുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്, ഉണക്കച്ചെമ്മീൻ കറിയുണ്ട്. ഈ 3 കറി നമുക്ക് ഇഷ്ടമുള്ള കറി നമുക്ക് മേടിക്കാം. അതല്ല 3 കറിയും വേണ്ടവർക്ക് 3 കറിയും മേടിക്കാം കേട്ടോ. ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിയ 2 ഫിഷിനും ഒരേ മസാലയുടെ ടേസ്റ്റായിരുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാ ഫിഷിനും ഒരേ മസാല കൂട്ട് തന്നെയായിരിക്കും ഇവർ യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഫിഷിൻ്റെ ടേസ്റ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും എന്ന് മാത്രം. എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ ഞാനവിടെ പങ്കുവച്ചത്. പിന്നെ ഫുഡെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചേച്ചിമാരോടെ ഫിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പകർത്തിയെടുത്തു. ചേച്ചിമാരുടെ അനുവാദം കൂടി വാങ്ങിയിട്ട് വേണം കേട്ടോ വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടോ. അവർക്ക് വളരെ സന്തോഷമായി നമ്മൾ വീഡിയോ എടുത്തപ്പോൾ. പിന്നെ അവിടെ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പീസ് മാങ്ങ, 2 പൈനാപ്പിളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് ഇറങ്ങുമ്പോൾ നമ്മുടെ കണ്ണിൽ ആദ്യം കാണുന്നത് ഉപ്പിലിട്ട ഐറ്റംസാണ്. അതുപോലെ തന്നെ ഫിഷ് ഐറ്റംസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചേച്ചിമാരെ കാണാം. അതുപോലെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു തൂങ്ങിക്കിടക്കുന്ന വലിയൊരു മണിയും, അതുപോലെ തന്നെ മനസ്സും വയറും നിറഞ്ഞ മണിയടിക്കാമല്ലോ എന്ന് പറഞ്ഞൊരു ബോർഡുമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് മനസ്സും വയറും നിറഞ്ഞ അവിടെ പോയി മണിയടിക്കാം. അപ്പോൾ എൻ്റെ അമ്മ 3 മണി അടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ കാർമേഘം ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഭംഗിയെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ ഇങ്ങനെ പോകുന്നൊരു വ്യൂ ഉണ്ട്. അത് പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ അതും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി കുറച്ച് നേരം ഞങ്ങൾ കാറിൽ റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. കാറിലിരുന്നപ്പോൾ നല്ലൊരു മഴ അങ്ങോട്ട് പെയ്തു. ആ ഫുഡ് കഴിച്ചിട്ട് ചൂടോടെ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ സ്വെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു മഴ കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നപ്പോൾ നല്ല മഴ കിട്ടി. ആ മഴയൊക്കെ കണ്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുമ്പോഴത്തേ മുകളിലെ ആൾക്കാർ ഫുഡ് കഴിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ ഫ്ലോറിലും മുകളിലും 2 സൈഡിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ചോറും മീനും കഴിക്കാനായിട്ട് സാധിക്കട്ടെ. ചോറും മീനും കഴിക്കുക. റെസ്റ്റോറൻറ്റിലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ പോയി കഴിക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കണം. അപ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.